എന്താ കാണുന്നേ? റിയാക്ഷൻ വീഡിയോ മാത്രമേ നാമിന് ചെയ്യാനുള്ളൂ എന്ന് കരുതിയോ? ഇല്ല, തെറ്റാണ്. ഞാൻ വ്ളോഗും ചെയ്യായിരുന്നു. സോ കുറേ ആയി ഞാൻ വ്ളോഗ് ചെയ്തിട്ട്. പിന്നെ രാവിലെ ബെഡിൽ നിന്ന് എണീച്ചപ്പോൾ തന്നെ ഞാൻ കരുതി ഈ ഓണം ഐ എം ഗോണ ഡു എ വ്ളോഗ്. അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ എണീച്ചത്. ഇന്നലെ ഉത്രാടത്തിന് തൊട്ട് വ്ളോഗ് എടുക്കണം എന്ന് കരുതി 2 വീഡിയോ എടുത്തപ്പോൾ പിന്നെ എനിക്ക് മടിയായി. പക്ഷെ ഇതങ്ങനെയല്ല, ഐ വിൽ ഡു. എന്നിട്ട് ഞാൻ നാളെയോ മറ്റന്നാളോ ഡെഫിനറ്റ്ലി അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. So guys, welcome to Amiya's Onam vlog, and don't underestimate my Kura look. This is അടിപൊളി t-shirt with a അടിപൊളി blue pant. ഇങ്ങനെയൊക്കെ പൂരി. അങ്ങനെ അമ്മ രാവിലെ എണീച്ച് കുളിച്ച് അടുക്കളയിൽ പരിപാടി തുടങ്ങി. പൂവെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി പൂവൊക്കെ ഇടണം. ഇന്നലത്തെ ഓണപ്പരിപാടി കഴിഞ്ഞപ്പോഴേക്ക് സൗണ്ട് ഏകദേശം പോയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, മൈ മദർ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് പുതിയ കുപ്പായൊക്കെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ടിരിക്കുക. ഞാൻ അടുത്തരാ വെയിറ്റ്. മമ്മി എത്ര മണിക്ക് എണീച്ചു? 6 മണി. കുളിച്ചു, പ്രാർത്ഥിച്ചു. മമ്മിയുടെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കട്ടെ. വിളക്ക് എത്തിച്ചു. അമ്മ തിരി ഇതാ തിരിഞ്ഞിക്ക് ഇങ്ങോട്ട് നോക്കുക. ഇതാണ് അമ്മയുടെ ഫുൾ ഔട്ട്ഫിറ്റ്. നല്ല ചുരിദാറാണ്. നമ്മളൊക്കെ കടന്നു തുടങ്ങിയാലും അമ്മമാർ എണീച്ച് പണിയെടുക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളീ കാണുന്നത്. വിളിച്ച ആളല്ലേ, തൊട്ട് നശിപ്പിക്കുന്നില്ല. ഞാൻ പോയി ഒന്ന് പെള്ളു തേടി. എൻ്റെ വീട്ടിൽ ഏറ്റവും ലേറ്റായി എണീക്കുന്ന ഒരു വ്യക്തിയാണ് ഡാഡി. നേരത്തെയും കാലത്തും എണീച്ചൂടെ? ഡാഡിയാണ് ഫസ്റ്റ് എണീച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സോ ഇനിയും ആൾക്കാരുണ്ട്, ഏട്ടനുണ്ട്, ഏടത്തുണ്ട്. അവരൊക്കെ മുകളിലാണുള്ളത്. അവരൊക്കെ എണീച്ച് വരുമ്പോൾ കാണിക്കാം. ഞാനൊന്ന് പല്ല് തേച്ച് മുഖം കഴുകി വരാം. ഓക്കെ, വെയിറ്റ്. ഇത് ഇന്നത്തെ പൂക്കളമാണോ, ഇവൾ ഇത്ര പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഇത് ഇന്നത്തെ പൂക്കളല്ല, ഇന്നലത്തെ പൂക്കളാണ്. പൂക്കൾ ഇടണമെങ്കിൽ റിയോ ഏട്ടനൊക്കെ വരണം, എന്നിട്ട് ഇടാമെന്ന് കരുതി. അവരിപ്പോൾ എണീക്കുമായിരിക്കാം. പിന്നെന്താ, എന്താണ് എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെയാണ്? ഞാൻ പൊതുവേ എൻ്റെ ഒരു ഓണം എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടുള്ള ഓണത്തിൻ്റെ വൈബൊന്നും ഇപ്പം ഇല്ല. സത്യസന്ധമായി പറഞ്ഞാൽ പണ്ടത്തേക്ക് ഓണം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഓർമ്മയുണ്ട്. ഞാനും ചക്കയും ചിന്നും പൊന്നൊക്കെ എല്ലാവരും കൂടെ പൂവൊക്കെ പറിക്കാൻ പോകുന്നത്. എന്നിട്ട് ഈ കുമ്പിളൊക്കെ കുത്തിയിട്ട് അതൊരു ചെറിയ പൂവുണ്ട്, കൊങ്ങിണിപ്പൂ. അത് പല കളർ കിട്ടും. റെഡ് കിട്ടും, റോസ് കിട്ടും, മഞ്ഞ കിട്ടും, വെള്ള കിട്ടും. അതിങ്ങനെ പല ഇതിലാക്കി പറിച്ച് വെച്ച് പിറ്റേന്ന് രാവിലെ പൂവിടും. ഇവിടെ അച്ഛമ്മ ഉള്ളതുകൊണ്ട് അച്ഛമ്മ രാവിലെ എണീച്ച് കുളിച്ച് എന്തെങ്കിലും ഒരു 5 പൂ വാങ്ങി തറയിലങ്ങ് ഇട്ടാളും. എനിക്കത് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഡിസൈൻ വരച്ച് വൃത്തിയിലിടണം. അച്ഛമ്മയായിട്ട് തല്ലാവും. ലാസ്റ്റ് അവിടെ കൊണ്ടുപോയി കരയും. പിന്നെ കുമ്പിൾ കുത്തുക എന്ന് പറയും. കുമ്പിൾ കുത്തുന്നതിൽ തന്നെ എനിക്ക് കുമ്പിൾ കുത്താൻ ഏറ്റവും ഇഷ്ടം നല്ല നല്ല പൂക്കളാണ്. അച്ഛമ്മയ്ക്ക് ഒന്നെങ്കിൽ മത്തം പൂ അല്ലെങ്കിൽ ചെമ്പരത്തി. ഇതിനൊക്കെ ഇങ്ങനെ തല്ലൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പൂ പോലും ഇടലില്ല. ഇപ്പോഴത്തെ ഒരു ഓണത്തിൻ്റെ ഒരു മെയിൻ വൈബ് എന്താണെന്ന് വെച്ചാൽ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് വരും. നമ്മൾ പാട്ട് പാടും, നമ്മൾ ഡാൻസ് കളിക്കും, നമ്മൾ ഗെയിം കളിക്കും, ഉഷാറാക്കും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഓണത്തിൻ്റെ ഒരു അടിപൊളി വൈബ്. അതിൽ കുറേ പേരൊക്കെ പോയി, കുറേ പേര് പുറത്ത് പോയി, കുറേ പേര് കല്യാണം കഴിച്ച് പോയി. അപ്പം വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. എങ്കിലും ആ ചുരുക്കം ആൾക്കാർ വെച്ച് നമ്മളങ്ങ് വൈബാക്കാൻ പോകുന്നൊരു ഉണ്ണമാണിത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഗദ്ദി അടിച്ചുകൊണ്ടിരിക്കുന്ന നേരെ ദിവക്ക് പോയ അമ്മേനെ എന്തെങ്കിലും സഹായിച്ചൂടെ എന്ന്. ഞാൻ സഹായിക്കുന്നുണ്ട്. അമ്മ വിളിക്കുമ്പോൾ ഒക്കെ ആ സെക്കൻഡ് പോയി പലതും ചെയ്യുന്നുണ്ട്. അത് വീഡിയോ എടുത്ത് തരാൻ ആളില്ലാത്തത് കൊണ്ടാണ് നിങ്ങളൊന്നും കാണാത്തത്. ഓക്കെ, കാപ്പി കുടിച്ചാലേ ഡേ ഒരു ഡേ ആവും, ഇല്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല. അച്ഛാ കുളിക്കണം. ഡാഡി എന്താ വിളിക്കാതെ? കുളിക്കാനുള്ള ഭീഷണി. കുളിക്കാണ്ട് ആരെങ്കിലും ഓണം ആഘോഷിക്കുമെന്ന്. കുളിച്ചേക്കാം. ഓണം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയിൽ എല്ലാ പണിയും ഏകദേശം ഇന്നലെ ദിവസമേ സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തലേ ദിവസം തന്നെ വീട്ടിൽ വന്ന് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു, പിന്നെ തേങ്ങ ചിരകി വെച്ചു, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യലായിരുന്നു. അപ്പോൾ അങ്ങനെ അടുപ്പും കത്തി. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ അതെടുക്കുക ഇതെടുക്കുക, അത് അങ്ങോട്ട് മാറ്റി, ആ പാത്രം എടുക്കുക ഈ പാത്രം എടുക്കുക, അങ്ങനെ പണിയിൽ ഞാനും വ്യാപകമായി ഉണ്ടായിരുന്നു. ഇന്ന് ഓണാണ്. നേരത്തെയും കാലത്ത് പല്ലും തേച്ച് ഇങ്ങനെ നടന്നിട്ടോ തിരിഞ്ഞെന്നോണ്ടോ കാര്യമല്ല. ഓണത്തിന് സ്കിൻ കെയർ മസ്റ്റ് ആണല്ലോ. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുച്ഛിച്ച് വരുന്ന ഏട്ടനെയും നോക്കിയിട്ട് ഞാൻ കണ്ണാടിയിൽ പോയൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ മുഖം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി കുളിച്ച് വരാം. ഇപ്രാവശ്യം മഴ കൊണ്ടുപോയി എന്ന് തോന്നുന്നത്, കാരണം നല്ല മഴ ഉണ്ട്.
രാവിലെ കുളിക്കുന്ന ദിവസം എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി അമ്മ വിളക്ക് കത്തിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഭസ്മം തൊട്ട് നേരെ ബാൽക്കണിയിൽ പോയി. വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ബാൽക്കണീനെ കുറിച്ച് ഭയങ്കരനായിരുന്നു. ബാൽക്കണിയിൽ ഇരിക്കും, അതാക്കും, മേലോട്ട് നോക്കും, തലയും കുത്തി പറയും. ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബാൽക്കണി പോലെ തന്നെ റെയറാണ്. എസ്തെറ്റിക്കായി ചെടിയൊക്കെ വെച്ചിരുന്നു. ആ ചെടിയാണ് ഇപ്പോൾ മൂലയ്ക്ക് കാണുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നേരെ അടുക്കളയിൽ പോയി. ഏകദേശം ഏതൊക്കെയോ കറി അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അവിയലാണെന്ന് തോന്നുന്നു. അമ്മ എന്നോട് പറഞ്ഞു നീ ഒന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറായിരുന്നു. എനിക്ക് പിറ്റേ ദിവസം അവിയൽ എന്ന് വെച്ചാൽ ആ പുളിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാനൊന്ന് ഒരുങ്ങാമെന്ന് കരുതി. അതിൻ്റെ ഇടയിൽ ഏട്ടൻ ഇങ്ങനെ പുറകെ നടന്ന് ചീത്ത പറയുന്നുണ്ട്. ഒരുപാട് പണിയുള്ളത് കൊണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞതാണ്. ഏട്ടൻ്റെ വീഡിയോ മാക്സിമം ഞാൻ ഒപ്പിയെടുത്തു. അങ്ങനെ പിന്നെ ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ ചന്ദനവും തൊട്ടിട്ട് തലേ ദിവസത്തെ പൂവെല്ലാം വാരി കളഞ്ഞു കേട്ടോ. ഇനി പൂവിടലിൻ്റെ ആളാരാ നിങ്ങൾക്കറിയാലോ, റീത്തുമോളാണ്. റീത്തുമോളെ കൊണ്ട് ഇപ്രാവശ്യം ഞാൻ മെയിനായിട്ട് പൂ ഇടിപ്പിച്ചു. കാരണം ചേച്ചിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ചേച്ചീൻ്റെ ഇത്രയും കാലത്തിനിടയിൽ പൂ ഇട്ടിട്ടുണ്ടോ? ഇല്ല ചിക്കു. കാരണം ചേച്ചി ബോർഡ് ആൻഡ് ബോട്ടം ഹൈദരാബാദാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ചേച്ചിക്ക് ഈ ഒരു സാധനമല്ല. പക്ഷേ ഇവിടെ പൂട്ടതിന് ശേഷം ആൾ ഫുൾ ആക്റ്റീവാണ് കേട്ടോ. എങ്ങനെ പൂടണം, എന്ത് ഐഡിയ വേണം. അപ്പോൾ നമുക്ക് ഈ വെള്ള ടൈൽസിലായതുകൊണ്ട് വരച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ തന്നെ പറഞ്ഞു അരിപ്പൊടി എടുക്ക്, നമുക്ക് അതുകൊണ്ട് സെറ്റാക്കാം. അങ്ങനെ ഡിസൈൻ ഫുള്ള് വരച്ചത് ചേച്ചിയാണ്. പൂ ഇട്ടതും ചേച്ചി തന്നെയാണ്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ച് എനിക്ക് തോന്നിയ പോലെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നീറ്റാക്കി സെറ്റാക്കി. അങ്ങനെ അച്ഛനുണ്ടായിരുന്നു കേട്ടോ ഫുൾ ടൈം സപ്പോർട്ട്. അച്ഛൻ, ഏച്ചി, ഞങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ നിജേട്ടൻ വന്നു. പിന്നെ അപ്പോഴും വര തീർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ തിരുവോണത്തിൽ ഭാഗവും ഞങ്ങൾ തീർത്തിട്ടുള്ളത് ഈ പൂക്കളത്തിലാണെന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഫുൾ ടൈം പൂവിൻ്റെ പുറകെ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ പൂവിടൽ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്നു, കുറേ വർത്തമാനം പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൈമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തൊക്കെ പോയി പൂവൊക്കെ പറിച്ച് വന്നിടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടനും പൂ വാങ്ങിയിരുന്നു, ഞാനും പൂ വാങ്ങിയിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല പൂവുണ്ടായിരുന്നു. നാണല്ലേ എനിക്ക് ഇത്രയും പേര് പൂവിടുമ്പോൾ അവിടെ ഇരുന്ന് തിന്നാൻ. അങ്ങനെ പിന്നെ ഓരോരുത്തർ വരാൻ തുടങ്ങി. ആദ്യം വന്ന് ചന്ദ്രവല്യച്ചനാട്ടോ, അച്ഛൻ്റെ ഏട്ടൻ. പിന്നെ പൂവിടുന്നത് ഒന്ന് സൈഡാക്കി ബ്രേക്ക് ചെയ്ത് വെച്ച് നേരെ പോയിട്ട് ചായ കുടിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു, പുട്ടും കടലയും. അതിന് ശേഷം കിച്ചണിലൊക്കെ പോയി നോക്കി. അപ്പോഴേക്ക് കുഞ്ഞമ്മ വന്നിട്ടുണ്ട്, സഹായിക്കാൻ ഏട്ടമ്മ വന്നിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം കിച്ചണിൽ നല്ല പരിപാടി തകർത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പാമ്പല്യമ്മ വന്നു, മണിയേട്ടൻ വന്നു, പിന്നെ വൈഷ്ണവി ഉണ്ടായിരുന്നു. വൈഷ്ണവിയുടെ അമ്മ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫാമിലിയിലൊരു മരണം നടന്നു. അപ്പോൾ വൈഷ്ണവി വലിയ ആക്റ്റീവ് ആയിരുന്നില്ല. ഒരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇതൊക്കെ എടുത്ത് പിന്നെ അതിൽ പോയി നോക്കുമ്പോൾ ഏട്ടൻ പൂച്ചേനെ പിടിച്ച് സെൽഫി എടുക്കുന്നുണ്ട്. ഒരു പൂച്ചോ സൈക്കോ ആണ് എൻ്റെ ഏട്ടൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളുടെ പൂക്കളം എങ്ങനെയുണ്ട്, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ ഹാപ്പി ഓണം എന്നും കൂടെ എഴുതി. ഇത് ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. എങ്ങനെയാണ് അറിയാം, അരിപ്പൊടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. കേടത്തിയമ്മയുടെ ഐഡിയ ആണ്, എന്താ ചെയ്യുക. ആൾ തന്നെ വരച്ച് ഡിസൈൻ ചെയ്ത് ഇട്ട് എല്ലാം സെറ്റാക്കി ഗംഭീരമായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നേരെ പോയി ഒരുങ്ങി എൻ്റെ ഔട്ട്ഫിറ്റ് മാറ്റിയിട്ടോ. ഓൾറെഡി ഓഫീസിലെ പരിപാടിക്ക് ഞാൻ സെറ്റും കൊണ്ട് എടുത്തുകൊണ്ട് ഇപ്രാവശ്യം അത് വേണ്ട, ഒരു വെറൈറ്റി ലുക്ക് ആക്കാമെന്ന് കരുതി ഒരു ബ്ലാക്ക് സാരിയാണ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാരി. എനിക്ക് ഒരുപാട് കമൻസ് വന്നു, കുറേ മെസ്സേജ് വന്നു. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു. ഷിനോടൻ വന്നു, ആര്യേച്ചി വന്നു. നൈകമോളാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്നത്. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അങ്ങനെ പിന്നെ സുന്ദരിയായി ഫുൾ ലുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ട്രൈപോഡ് വെച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. അടിപൊളി സാരി കേട്ടോ. എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കാണണമെങ്കിൽ എല്ലാവരും എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. അമിയ DZ എന്നാണ് ID. ഇവളാണെങ്കിൽ ഫോട്ടോ എടുത്ത് എൻ്റെ പൊന്നു കയറും നീ എന്നെ ഞെട്ടിച്ചു. അങ്ങനെ പിന്നെ അടുത്തത് ഫോട്ടോ സെക്ഷനാണ്. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു, ഒരുപാട് വീഡിയോസ് എടുത്തു. അതൊക്കെ ഞാൻ എൻ്റെ പോസ്റ്റിൻ്റെ സൈഡിൽ, യൂട്യൂബ് പോസ്റ്റിൻ്റെ സൈഡിൽ കാണിക്കാം. അങ്ങനെ പിന്നെ പുറത്ത് അടുപ്പ് കൂട്ടുക. അവിടെ ചേളയച്ചനാണ്. ചേളയച്ചൻ പറയും ഇത്രയും നേരം ഞാൻ പണിയെടുത്തപ്പോൾ നിന്നെ പരിസരത്ത് കണ്ടിട്ടില്ല, ഇപ്പോൾ ലാസ്റ്റ് അവൾ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ചേളയച്ചന് വീഡിയോ എടുത്തു. ഇതെൻ്റെ അച്ഛൻ്റെ അനിയനാട്ടോ. എല്ലാവരെയും പരിചയപ്പെടുത്താൻ നിൽക്കുകയാണെങ്കിൽ ഇതൊരു ലോങ് വീഡിയോ. ഞാൻ എൻ്റെ ലുക്കിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എപ്പോൾ ആംഗിൾ കിട്ടിയാലും ഞാൻ അവിടെ എന്നെ കൊണ്ടുപോയി നിർത്തുന്നു. എൻ്റെ മുഖം കാണിക്കുന്നു, എൻ്റെ തിരിഞ്ഞ് കാണിക്കുന്നു, കൈ കാണിക്കുന്നു, കാല് കാണിക്കുന്നു. അങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ പാലട ഉണ്ടാക്കുന്ന റീത്തുമോൾ പാവം നല്ല സുന്ദരിയായിരുന്നു. നല്ല റെഡും ഗോൾഡനും നല്ല അടിപൊളി പായസം ഉണ്ടാക്കി. റീക്കും കുറേ ഫോട്ടോസ് കിട്ടി. പക്ഷേ കുറച്ച് എസ്തെറ്റിക് വൈബാണ് ഇപ്രാവശ്യം പിടിച്ചത്. ഇതെൻ്റെ അച്ഛൻ്റെ ഏട്ടനാണ്. ഇപ്പോൾ രണ്ടുപേരും പിടിച്ച് ഫോട്ടോ എടുത്തതാണ്. ഇത് അമ്മ, ഇത് കുഞ്ഞമ്മ. അങ്ങനെ പിന്നെ ലോയിലച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല.
ലോയിലച്ചനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഷിനോട്ടം പോയിരുന്നു. അങ്ങനെ ലോയിലച്ചന് വന്നു. ലോയിലച്ചൻ വരുമ്പോൾ നല്ല അടിപൊളി പരിപ്പ് പായസം ഉണ്ടാക്കി. അങ്ങനെ പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അമ്മമാരെല്ലാം ഡ്രസ്സ് മാറ്റാൻ പോയ തക്കത്തിന് ഞാൻ ദൈവത്തിന് വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഫുഡും ദൈവത്തിന് വെച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫുഡ് കഴിക്കുക. അങ്ങനെ പിന്നെ വീഡിയോ എടുത്ത് തരുന്ന അമ്മുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്താണ്, ഞാൻ അതിന് പോയി ഇല വെച്ചു, ഫോട്ടോ വെച്ചു, പിന്നെ വിളക്കും കത്തിച്ചു, പിന്നെ ഓരോന്നും വിധം വിളമ്പി കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണത്തിൽ ഉച്ച വരെയുള്ള ഒരു കലാപരിപാടി എന്ന് പറയുന്നത്. മെയിനായിട്ട് എല്ലാവരും നന്നായി ഒരുങ്ങി വരിക, കുറേ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ഫുഡ് ഉണ്ടാക്കുക, ഒരുമിച്ച് കഴിക്കുക. ഈ ടൈമിലൊക്കെ നമ്മളുടെ ഗൾഫിലുള്ള ആൾക്കാർ, മീൻസ് അച്ചുവേട്ടൻ, പിന്നെ ചേച്ചി, പിന്നെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാർ, ഇവരെയൊക്കെ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഈ എന്ത് പരിപാടി എന്നതിലുപരി എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഞങ്ങളിൽ ഉണ്ടാകുന്നൊരു വൈബുണ്ട്. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ബാച്ചിലർ ഓണമാണിത്. ഇനി ഒരു 1 ഇയർ ഉണ്ട്. 1 ഇയറിനുള്ളിൽ ഞാൻ കല്യാണം കഴിക്കുമോ കഴിക്കില്ലേ എന്നൊന്നും കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് ഈ ഫാമിലി പരിപാടികളാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നതും ജോളിയാക്കുന്നതും. ഞാൻ ഫസ്റ്റ് ഡേ തൊട്ടേ എല്ലാ പരിപാടിക്ക് പോകാനും എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും മിസ് ചെയ്യും എല്ലാവരുടെ കൂടെ ഉള്ള. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഓണം നല്ല ആക്റ്റീവായിട്ട് നിൽക്കാം എന്നൊക്കെ കരുതിയതാണ്. അത്യാവശ്യം ആക്റ്റീവായിട്ടൊക്കെ നിന്നിട്ടുമുണ്ട്. എന്തൊക്കെ എവിടെയൊക്കെ പോയാലും ഏതൊക്കെ സ്ഥലത്തെത്തിയാലും നമ്മളുടെ വീട്ടിലും നമ്മളുടെ കുടുംബക്കാരെടുത്തും നാട്ടുകാരെടുത്തും നമ്മളുടെ ടൗണിലും എത്തുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ ഒന്നുമില്ല. ഞാൻ ഈ ഇടയ്ക്ക് കോഴിക്കോട് മീൻസ് അമ്മേൻ്റെ നാട്ടിൽ നിൽക്കാനൊക്കെ പോകും. അത് കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ആ കൽപ്പറ്റ മീനങ്ങാടിയൊക്കെ കാണുമ്പോൾ, സത്യം പറഞ്ഞാൽ മീനങ്ങാടി 54 കാണുമ്പോൾ ഭയങ്കര ഒരാശ്വാസമാണ്. ഏതൊക്കെ ഹോട്ടലിൽ പോയാലും ഏതൊക്കെ റിസോർട്ടിൽ പോയി നിന്നാലും എനിക്ക് എൻ്റെ ബെഡ്റൂമിൽ കംപ്ലീറ്റ് ഉള്ളിൽ കിടക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം ഹോം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലിംഗാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ അതിലുപരി. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ നിരത്തി പിടിച്ച ഫുഡാണ്. പൊതുവേ ഞങ്ങൾ കുട്ടികളെല്ലാം നിലത്തിരിക്കുന്നുണ്ട്. ഇന്ന് എല്ലാവരും സാരി ആയതുകൊണ്ട് നിലത്ത് വളഞ്ഞു കുത്തിയിരിക്കാൻ പാടായതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നത്. ഏറ്റവും ഇഷ്ടമായ കറി ഏതാ? എല്ലാ കറിയും ഇഷ്ടമായി. പൊളി. ഹായ് ചേച്ചി, നൈസ് ടു മീറ്റ് യു. ആ കാണിച്ച രണ്ടും എൻ്റെ അനിയത്തിമാരാട്ടോ. അങ്ങനെ പിന്നെ രണ്ടാമത് അമ്മമാരാണ് ഫുഡ് കഴിച്ചത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെറ്റാണ് ഞങ്ങൾ കയറി കേട്ടോ. ഇത് ബാമവല്യമ്മ, ഇത് കുഞ്ഞമ്മ, അത് ലക്ഷ്മി വല്യമ്മ, അത് ഏട്ടമ്മ, ഇതെൻ്റെ സ്വന്തം മമ്മിജി നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇത് മിശ്രത്താത്തയാട്ടോ. അതിനുശേഷം അമ്മമ്മേനെ കണ്ടില്ല. അമ്മമ്മ കുറച്ച് നേരം കിടക്കുമായിരുന്നു. പിന്നെ ലോയിലിസിൻ്റെ കൂടെ വീഡിയോ എടുത്തു, മണിയേട്ടൻ്റെ കൂടെ വീഡിയോ എടുത്തു. മണിയേട്ടനെ ഞാൻ കുറച്ചൊക്കെ പോയി ചൊറിഞ്ഞു. മണിയേട്ടൻ ഇന്ന് വലിയ ആക്റ്റീവ് ആയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, മണിയേട്ടനൊക്കെ ഫാമിലിയിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു എന്ന്. അവരൊക്കെ ലാസ്റ്റിലോട്ടാണ് വന്നു. പിന്നെ അവിടെ കടന്നുറങ്ങുന്ന റീത്തുവിനെ പോയി ഞാൻ ചൊറിഞ്ഞു. ഇത് റീത്തു കണ്ടിട്ടില്ല. കണ്ട എന്നോട് പറയുന്നു എന്തിനായിട്ട് വീഡിയോ വന്നു പൂക്കളം ഇട്ടു. ഗായികയായ അനിയത്തിക്ക് ഞാനൊരു പാട്ട് പാടിക്കൊടുക്കുക. പൂവേണം പൂക്കളം വേണൽ ഓ പൂവിതാ വന്നില്ലോ പൂക്കൾ വന്നല്ലോ പൂവേണോ പൂവേണ്ട ഫോണിന്റെ അടുത്ത് വെച്ച്. എൻ്റെ അമ്മ ഇവർക്ക് എൻ്റെ പാട്ട് ഇഷ്ടമില്ല. ഗായികകളെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഒരു തങ്കമണിയാണെന്ന്. പണ്ട് ഞാൻ കളിക്കുമ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ തങ്കമണി ഇവളും ഡോണ ഞാനും ആണ് കേട്ടോ. നമുക്കിപ്പോ സ്വന്തമായിട്ട് ഫോണുണ്ട്. പണ്ട് ഞങ്ങളെല്ലാം ടൈൽസാണ് ഞങ്ങളുടെ ഫോണ്. അങ്ങനെ ഇവരെ ചൊറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഏകദേശം എൻ്റെ എനർജി ഒന്ന് ഡൗൺ ആയിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ഞങ്ങൾക്ക് ഫുഡ് വിളമ്പി തന്നു കേട്ടോ. ഇളയച്ചനുണ്ട്, അച്ഛനുണ്ട്, പിന്നെ കുഞ്ഞമ്മമാരുണ്ട്, ഇളയമ്മമാരുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഈക്വലായി ചെയ്യാം. ഞങ്ങളുടെ ഫാമിലീൻ്റെ ഒരു സൂപ്പർ സാധനം അത് തന്നെയാണ്. ടച്ച് വുഡ് ഒന്നും ഇങ്ങനെ തന്നെ ജീവിതകാലം മുഴുവൻ പോട്ടെ. അങ്ങനെ ഞാൻ പിന്നെ ഒരു അങ്ങ് പിടിച്ചു. ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, വറുത്തുപ്പേരി, ശർക്കപ്പേരി, 2 പായസം, അട, പിന്നെന്താ പരിപ്പ്, പപ്പടം, പഴം. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാനങ്ങനെ എൻജോയ് ചെയ്തിരുന്നു കഴിച്ചു. അതിനുശേഷം പിന്നെയും കുറച്ച് ഫോട്ടോ പരിപാടിക്കൊക്കെ പോയി. എല്ലാവരും വട്ടത്തിലിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ക്ഷീണിച്ചു. ഞാൻ പറഞ്ഞു ഈ സാരി ഞാൻ അയച്ചു വെക്കാൻ പോകാമെന്ന്. അങ്ങനെ വേഗം പോയി സാരിയൊക്കെ അയച്ചു വെച്ച് ഞാൻ എൻ്റെ ടോപ്പിട്ട് വന്ന് നല്ല അടിപൊളി പായസം എടുത്ത് പായസം നന്നായി ഇരുന്ന് കുടിച്ച്. ഫോണാണെങ്കിൽ ഈ ആംഗിൾ പിടിക്കാനുള്ളൊരു ക്ഷീണം ചില്ലറയല്ല. അങ്ങനെ ഏകദേശം എൻ്റെ എനർജി ഫുള്ളങ്ങ് പോയി. പിന്നെ ഞാനെടുത്ത ഫോട്ടോസ് എല്ലാവർക്കും ഇരുന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു. കുറേ പേര് ഞാൻ കുറേ സ്റ്റാറ്റസ് ഇട്ടു.
പിന്നെ കുറേ വീഡിയോ എടുത്തു, കുറേ നിങ്ങളോട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കാലിന് ചെറിയൊരു പണി കിട്ടി. ആ ഹീൽ ചെരുപ്പിട്ട് നടന്നപ്പോൾ കല്ലിൻ്റെ മുകളിൽ നിന്ന് ചെറുതായിട്ടൊരു പൊടിക്ക് സ്കിഡായി. അപ്പോൾ എനിക്ക് ചെറിയൊരു വീക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയിലും ഡോക്ടർ ഉള്ളതുകൊണ്ട് ഇതൊക്കെ കെട്ടിത്തന്നു. അങ്ങനെ ഇവരുടെ ഇടയിൽ പോയി. ഇത് ആമി മോളാണ്. മാള് വന്നു. നാളെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ അനിയത്തി കേട്ടോ. മാള് വന്നു, ആമി വന്നു, നിഷാൻറ്റി വന്നു, ഉണ്ണിയേട്ടൻ വന്നു, ഉണ്ണിയേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കാണാണ്ട് ഞാൻ നൈസായിട്ട് എടുത്ത വീഡിയോ ആണിത്. പിന്നെ ആമി ഇവിടുത്തെ കുറച്ച് ചോറ് കഴിച്ചു കേട്ടോ. ആമീൻ്റെ അനിയത്തി മാമാട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. മാമാട്ടീനെ ഞാൻ മാക്സിമം ചൊറിയുന്നുണ്ട്, കാരണം എനിക്കിങ്ങനെ ചൊറിയുമ്പോൾ ഒരു രസമാണ്. ഇതൊക്കെയല്ല ഒരു വൈബ്. ഒന്ന് ഓണാക്കി നമ്മളെല്ലാവരും നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ പിന്നെ അവരുടെ കൂടെ കുറച്ച് വർത്തമാനം പറഞ്ഞാൽ അവരുടെ വീഡിയോ എടുത്തു. ഇതാണ് നിഷാൻറ്റി, ഇതാണ് ദർശനേച്ചി, ഇത് മനീഷിനെയൊക്കെ ഞാൻ ഇടയ്ക്കുന്ന് പിടിക്കുകയാണ്. എനിക്ക് ഇവളെ ചൊറിയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിവളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യും. കാണട്ടെ യൂട്യൂബേഴ്സ് കാണട്ടെ, നീ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോടാണ് നീ കളിക്കുന്നത്. ഹാപ്പി ഓണം ഇങ്ങോട്ട് നോക്കുക. ഹാപ്പി ഓണം പറ. കഴിഞ്ഞോ? അയ്യോ അമ്മേ, ഹാപ്പി ഓണം. അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ വൈഫ് ഹൗസ് പോകുന്നുണ്ട്. ഒരു വൈഫ് ഹൗസ് പോയി കുറേ ആൾക്കാർ കറിയും സാധനങ്ങളൊക്കെ എടുത്തു പോയി. അങ്ങനെ ലാസ്റ്റ് വന്നപ്പോൾ കുഞ്ഞമ്മയുടെ ഫാമിലിയും ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മണിയേട്ടനും കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിരത്തി പിടിച്ചിട്ട് ഒരു ചിക്കൻ വാങ്ങി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ എന്ന പ്ലാന്. മണിയേട്ടനാണ് നമ്മളുടെ ഷെഫ്, ഞങ്ങളൊക്കെ വെറും സഹായികൾ മാത്രമാണ്. അങ്ങനെ ഉള്ളി അരിയാൻ തുടങ്ങി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അങ്ങനെ ലാസ്റ്റ് റിത്തുമോളും ജോയിൻ ചെയ്തു. റിത്തുമോൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നൈസായിട്ട് മുങ്ങാലോ, ചേച്ചി എല്ലാം ചെയ്തോളുമല്ലോ. എനിക്ക് ചോപ്പറിൽ ഇങ്ങനെ വലിക്കുന്ന ഇഷ്ടമാണ്, കാരണം എൻ്റെ കയ്യിനൊരു എക്സസൈസാണ്, കാരണം ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി. പിന്നെ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് വർത്താനവും കഥയും ജോളിയും ഒക്കെ ആയിരുന്നു. ഭയങ്കര അടിപൊളിയൊരു ഡേ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്ത് രസമല്ലേ. ഇനി അടുത്ത കൊല്ലം വേണം ഒരു ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം രാത്രിയായിട്ടോ. എനിക്ക് തോന്നുന്നു വർത്തമാനം പറഞ്ഞിരുന്ന ഒരു 9:30 കഴിഞ്ഞ സമയത്താണ് കുഞ്ഞമ്മയൊക്കെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ശുഭമായിട്ടുള്ള ഇവരുടെ രണ്ടുപേരുടെയും കുക്കിങ്ങാണ്. നല്ല രസമല്ലേ എന്താണ് ഇതിടുന്ന കാണാൻ വേണ്ടി, കരിവേപ്പില. അതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ആദ്യം പറഞ്ഞ ആ ഗ്യാസിൽ അത് സെറ്റാവില്ല എന്ന്. പിന്നെ അത് അവിടെ നിർത്തി മാറ്റി അടുപ്പ് കൊണ്ടുപോകുന്നുണ്ട്. അടുപ്പിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ അമ്മ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ജോളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നു. പിന്നെന്താ, എങ്ങനെ നിങ്ങളുടെ ഓണവും ഇതുപോലെയൊക്കെ ആയിരുന്നോ? കഴിയുന്നതും ഫാമിലീൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി ടൈം എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബുണ്ട്, അത് വേറെ തന്നെയാണ്. ഒരു ട്രോളും കളിയാക്കലും. അങ്ങനെ പുറത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഏട്ടനും കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ഏട്ടനും വന്നിരുന്നു. ഏട്ടൻ്റെ ഇപ്രാവശ്യം കുറേ വീഡിയോയിൽ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്, കാരണം അങ്ങനെയൊന്നും കിട്ടാത്ത ഒരാളാണ്. ഈ ഇരിക്കുന്ന കാണുമ്പോൾ തോന്നും എല്ലാവരും ഭയങ്കര അടിപൊളി ഇരുത്താന്നാണ്. ട്രോളി കൊല്ലുകയാണ് നമ്മളെ പിടിച്ചിട്ട്. ഞാൻ ജലശയുടെ കൂടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ജലശ അറിഞ്ഞിട്ടൊന്നുമില്ല. ഹൈ ജലശ പ്ലീസ് ലുക്ക് ഹിയർ എന്ന് പറയുമ്പോൾ ജലശ ലുക്ക് ചെയ്തില്ല. അങ്ങനെ പിന്നെ കടന്നുറങ്ങാൻ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി ഒന്ന് പുറത്ത് നടക്കാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ നട്ടപ്പതിരാത്തി റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മന്ദം മിന്തം നടന്ന് അങ്ങനെ ഇന്നത്തെ ഒരു ഓണം കഴിഞ്ഞു. ഹാപ്പി ഓണം ഗായ്സ്, ബൈ ബൈ.